ഹായ് എവ്രി വൺ. ഞാനിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലാണുള്ളത്. ഡിജിയാത്ര യൂസ് ചെയ്തിട്ടുള്ളൊരു എയർപോർട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഷെയർ ചെയ്യുകയാണ്. ഡിജിയാത്ര യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സും പിന്നെ അതെങ്ങനെ നമ്മുടെ എയർപോർട്ട് എക്സ്പീരിയൻസ് എളുപ്പമാക്കി എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഡിജിയാത്രയെക്കുറിച്ച് ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഡിജിയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയണം, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഡിജിയാത്ര എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ട്സിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് വളരെയധികം പെട്ടെന്നാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഡിജിയാത്ര എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ട്രാവലിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത് ആധാർ കാർഡാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിജിയാത്ര ആപ്പിന് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ കൈ വീശി ചെന്നാൽ മതി. അതായത് ബോർഡിംഗ് പാസ് പ്രിൻറ്റ് ചെയ്തതും വേണ്ട, നമ്മുടെ കയ്യിൽ ID പ്രൂഫും വേണ്ട. ഈ മാനുവലായിട്ട് ഒരു പരിപാടി ഇല്ലാത്തത് കാരണം തന്നെ നമുക്ക് ഡിജിയാത്രയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗേറ്റ്സ് ആണ്. അവിടെ എല്ലാം ഫേഷ്യൽ റെക്കഗ്നീഷൻ, അതായത് നമ്മൾ പോയിട്ട് നമ്മുടെ ഇങ്ങനെ മുഖം കാണിച്ച് സ്കാൻ ചെയ്ത് കയറുന്ന പരിപാടി ആയതുകൊണ്ടെല്ലാം പടപടേ എന്ന് പറഞ്ഞ് നടക്കും. അല്ലാണ്ട് നമുക്ക് മാനുവലായിട്ട് അത് നമ്മൾ സെക്യൂരിറ്റി, അതായത് എയർപോർട്ടിലെ എൻട്രൻസിൽ സെക്യൂരിറ്റി വന്നിട്ട് നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ ID പ്രൂഫോ ഒക്കെ ഇങ്ങനെ മാനുവലി നോക്കിയിട്ട് കയറുന്ന സ്ഥലത്ത് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് തന്നെ ഡിജിയാത്രയ്ക്ക് വേറൊരു ഗേറ്റ്സും ആണ്. അവർ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെ പരിപാടികൾ കഴിയും. ഡിജിയാത്ര ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എയർപോർട്ടിൽ കയറുന്ന സ്ഥലം, പിന്നെ അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിൻ്റെ സ്ഥലത്ത് കയറാനുള്ള അവിടെയും ഡിജിയാത്രയ്ക്ക് സെപ്പറേറ്റ് ഗേറ്റാണ്. പിന്നെ ബോർഡിംഗ് ഗേറ്റ്, അവിടെയും ബോർഡിംഗ് ഗേറ്റിലും നമുക്ക് ഡിജിയാത്ര പാസഞ്ചേഴ്സിന് സെപ്പറേറ്റ് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഡിജിയാത്ര എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഡിജിയാത്രയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, ഓരോ തവണ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യേണ്ടതെന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഡിജിയാത്രയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഡിജിയാത്ര. ആൻഡ് നമ്മൾ ആദ്യം വരുന്ന ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒരു OTP വരും. OTP വരുമ്പോഴത്തേക്കും അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വരുന്ന പേജിൽ ആഡ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് കാണും. അതിനകത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ ID ആഡ് ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ആധാറാണ് ഞാൻ കൊടുത്തത്. അവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അപ്പോഴും ഒരു OTP വെരിഫിക്കേഷൻ വരും. ആധാർ നമ്പർ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. ആ OTP കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഫെച്ച് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഈ പേജിൽ കാണിക്കും. അതിൻ്റെ നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫോട്ടോ എടുക്കണം. ആ പേജിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് ഫോട്ടോ വെരിഫൈ ചെയ്യുവാണ് ഇവിടെ. ഫോട്ടോ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ബോർഡിംഗ് പാസ് ആഡ് ചെയ്യേണ്ടത്. ബോർഡിംഗ് പാസ് നമ്മൾ ഓരോ തവണ ട്രാവൽ ചെയ്യുന്നതിന് മുന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ അതവിടെ ഡിറ്റക്റ്റായി. അത് നമ്മുടെ എയർപോർട്ടുമായിട്ട് ആ ബോർഡിംഗ് പാസ് ഷെയർ ആവും. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തുമ്പോൾ നമ്മുടെ എയർപോർട്ടിലെ എൻട്രൻസിലും ഡിജിയാത്രയുടെ ഫേസ് സ്കാനർ ഉണ്ടാവും. അതുപോലെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ഒരു ഡിജിയാത്രയ്ക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ടാവും. അപ്പോൾ ഒരാത്തന്നെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും. അവിടെയൊക്കെ ഈ സ്കാനർ ഉണ്ടാവും, ഫേസ് സ്കാനർ. നമുക്ക് ബോർഡിംഗ് പാസ്സോ ID പ്രൂഫോ ഒന്നും ഇവിടെ കാണിക്കണം. നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ആ ക്യാമറയിലേക്ക് ഫേസ് ചെയ്ത് നിന്നാൽ മതി. അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്യും, നമുക്ക് അകത്തേക്ക് പാസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിപ്പോൾ മേജറായിട്ടുള്ള എയർപോർട്ട്സിൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എൻ്റെ അറിവിൽ കൊച്ചിയിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. ശരി, അപ്പോൾ ബൈ.